ക്രിയേറ്റീവ് ഹട്ട്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വിഷു ഒക്കെ അല്ലേ വരുന്നത്, ഇനി 3-4 ദിവസം കൂടിയേ ഉള്ളൂ വിഷുവിന്. അപ്പോൾ എങ്ങനെയാണ് നന്നായിട്ടൊരു വിഷു ഒരുക്കുക എന്ന് ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അതിൽ പല തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും എന്തെങ്കിലും തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കാൻ മടിക്കണ്ട. ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാരൊന്ന് ക്ഷമിച്ചേക്കണം. ഇത് നമ്മുടെ പുതുതലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്. അത്ര നന്നായിട്ട് അറിയില്ല എന്ന് പറയുന്ന പലരുമുണ്ട്. അപ്പോൾ ഞാൻ 2 വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ബോട്ടിൽ ആർട്ടുകളായിട്ട് വിഷുവിന്. അപ്പോൾ കുറച്ച് പേര് എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് ഞാനിവിടെ കണി ഒരുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. നമ്മളെല്ലാവരും തന്നെ നമ്മളെ കൊണ്ടാകുന്ന വിധത്തിൽ വിഷുവിന് കണി ഒരുക്കുന്നവരാണ്. എന്നാൽ പലർക്കും ശരിയായ രീതിയിൽ കണി ഒരുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ചെറിയ പിഴവുകളൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. എനിക്കും അങ്ങനെയുള്ള പിഴവുകളൊക്കെ സംഭവിക്കാറുണ്ട്. ഞാനിവിടെ പറയുന്നത് ഹിന്ദു ആചാരപ്രകാരമുള്ള ചില ഗ്രന്ഥങ്ങളിലും മറ്റും പറഞ്ഞിട്ടുള്ള രീതികളാണ്. കേരളത്തിൽ തന്നെ ഓരോ പ്രദേശങ്ങളിലും ഓരോ രീതിയിലാകാം കണി ഒരുക്കുന്നതൊക്കെ. എന്നാൽ കോമൺ ആയിട്ട് നാം ശ്രദ്ധിക്കേണ്ട കുറച്ച് രീതിയാണ് ഇവിടെ പറയുന്നത്. ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കാൻ മറക്കരുത്. നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. അത് നിങ്ങളങ്ങനെ അറിയിച്ചെങ്കിൽ മാത്രമേ അടുത്ത വരും വർഷങ്ങളിൽ എനിക്കും പെർഫെക്റ്റ് ആയിട്ട് കണി ഒരുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വീട്ടിലുള്ള മുതിർന്ന ആളുകളാണ് അല്ലെങ്കിൽ മുതിർന്ന സ്ത്രീകളാണ് കണി ഒരുക്കുന്നത്. തലേ ദിവസം രാത്രി തന്നെ നമുക്ക് കണിയെല്ലാം ഒരുക്കി വെക്കാം. നിലവിളക്കിൽ എണ്ണയും തിരിയും ഒക്കെ ഇട്ട് വെച്ചിട്ട് രാവിലെ എണീറ്റ് വിളക്ക് കൊളുത്തുന്നു. വിളക്ക് കൊളുത്തി വീട്ടിലുള്ള മറ്റാളുകളെയൊക്കെ വിളിച്ച് കണ്ണ് തുറപ്പിക്കാതെ കൊണ്ടുപോയി കണി കാണിക്കുന്നു. പ്രധാനമായിട്ട് നമുക്ക് വേണ്ടുന്നത് കണിക്കൊന്ന പൂവും കൃഷ്ണ വിഗ്രഹവുമാണ്. നമുക്ക് മറ്റു സാധനങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ തന്നെ ഇത് 2 വെച്ചിട്ട് കൂടെ നമുക്ക് കണി കാണാവുന്നതാണ്. നല്ല ഐശ്വര്യമുള്ള ഒരു കൃഷ്ണ വിഗ്രഹവും അധികം വാടിപ്പോകാത്ത കുറച്ച് കണിക്കുന്ന പൂവും നമുക്ക് റെഡിയാക്കി വെക്കാം. തേച്ച് വൃത്തിയാക്കിയ ഒരു നിലവിളക്കും അത്യാവശ്യമാണ്. അതുപോലെ ഓട്ടുരുളി എടുക്കുമ്പോൾ നമ്മൾ വളരെ നന്നായിട്ട് തേച്ച് വൃത്തിയാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കുറച്ച് നല്ല രീതിയിൽ എങ്ങനെ കണിയൊരുക്കാമെന്ന് നോക്കാം. അതിനെ വിഷുവിനൊഴുക്കേണ്ട ദ്രവ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. എന്തൊക്കെയാണെന്ന് നോക്കാം. അടുത്തതായി നമുക്ക് വിഷുക്കണിക്ക് ഒരുക്കേണ്ട ദ്രവ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒന്നൊന്നായി കാണിച്ചു തരാം, നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളൂ. ഒന്നാമതായി വേണ്ടുന്നത് നന്നായി തേച്ച് വൃത്തിയാക്കിയ ഒരു നിലവിളക്കാണ് കേട്ടോ. രണ്ടാമതായി തേച്ച് വൃത്തിയാക്കിയ ഒരു ഓട്ടുരുളിയാണ് വേണ്ടുന്നത്. 3 ഉണക്കലരി. 4 നെല്ല്. 5-മതായി നമുക്ക് ആവശ്യമുള്ളത് നാളികേരമാണ്. 6 സ്വർണ്ണ നിറമുള്ള കണിവെള്ളരി. വെള്ളരി തന്നെ പല വിധമുണ്ടല്ലോ, അതുകൊണ്ടാണ് സ്വർണ്ണ നിറമുള്ള എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ചക്ക വളരെ ചെറിയൊരു ചക്ക മാത്രം വെച്ചാൽ മതിയാവും. മാങ്ങയും മാമ്പഴവും നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാം. മാമ്പഴം ഇന്നിപ്പം സീസണലായി നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ചാൽ മതി. അടുത്തത് കദളിപ്പഴമാണ്. 10-മതായി വാൽക്കണ്ണാടി. വാൽക്കണ്ണാടി എന്ന് പറയുമ്പോൾ ആറന്മുള ലോഹക്കണ്ണാടിയാണ് ഉദ്ദേശിക്കുന്നത്. അതില്ല എങ്കിൽ നമ്മൾ സാധാരണ ഒരു വാൽക്കണ്ണാടി വെച്ചാലും മതി. 11 കൃഷ്ണ വിഗ്രഹം. 12 കണിക്കൊന്ന പൂവ്. 13 എള്ളെണ്ണ. കണിയൊരുക്കാനായി വിളക്കെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. 14 തിരി. 15 കോടിമുണ്ട്. 16 ഗ്രന്ഥം. നമ്മുടെ ഏതെങ്കിലും ഒരു വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിക്കാവുന്നതാണ്. 17 നാണയങ്ങൾ. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന നാണയങ്ങളൊക്കെ നമുക്ക് കണി കാണാൻ പറ്റിയ നാണയങ്ങളാണ് അല്ലേ, കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. അടുത്തത് സ്വർണ്ണമാണ്. സ്വർണ്ണത്തിൻ്റെ കോയിൻ പോലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഓർണമെൻറ്റ് കയ്യിലുള്ളത് അതിലേക്ക് ഒന്ന് ആ സമയത്തൊന്ന് വെച്ചൊന്ന് കണി കാണാൻ മാത്രം വെച്ചാൽ മതിയാവും. 19 കുങ്കുമം. 20 കൺമഷി. 21 വെറ്റില. വെറ്റിലയുടെ കൂടെ തന്നെ നമുക്ക് ഒരു അടയ്ക്കയും വയ്ക്കാവുന്നതാണ്. 23 ഓട്ടുകിണ്ടി. 24 വെള്ളം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കണിയൊരുക്കാനായി ആവശ്യമുള്ളത്.
ഇനി നമുക്ക് വിഷുക്കണി എങ്ങനെ ഒരുക്കാമെന്ന് നോക്കാം. ഇത്രയും ഐറ്റംസ് വെച്ചിട്ട് വിഷുക്കണി ഒരുക്കേണ്ട രീതി എങ്ങനെയാണെന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം. കണി ഒരുക്കുന്നതിന് കൃത്യമായ ചിട്ടകളുണ്ട്. പ്രാദേശികമായി ചില ഭേദഗതികളൊക്കെ ഉണ്ടാകാം. ഓരോ വസ്തുവും സത്വ, രജോ, തമോ ഗുണമുള്ളവയാണ്. കണിയൊരുക്കാൻ സത്വഗുണമുള്ളവ മാത്രമാണ് പരിഗണിക്കുന്നത്. ഓട്ടുരുളിയിൽ ആണ് കണിയൊരുക്കേണ്ടത്. ഉരുളി തേച്ച് വൃത്തിയാക്കിയിരിക്കണം. ഉണക്കലരിയും നെല്ലും ചേർത്ത് പകുതിയോളം നിറയ്ക്കുക. അതിൽ നാളികേരമുറി വയ്ക്കുക. നാളികേരമുറിയിൽ എണ്ണ നിറച്ച് തിരിയിട്ട് കത്തിക്കുന്ന പതിവ് ചിലയിടങ്ങളിലുണ്ട്. എന്നാൽ അതിൽ വെള്ളം ചേർത്ത് അതിലൽപ്പം തെറ്റിപ്പൂ കൂടെ ഇട്ട് വയ്ക്കുന്ന രീതിയാണ് ഏറ്റവും ഉത്തമമായി പറയപ്പെടുന്നത്. സ്വർണ്ണവർണ്ണത്തിലുള്ള കണിവെള്ളരി ഇതിനോടൊപ്പം വെക്കണം. ചക്ക, മാങ്ങ, കദളിപ്പഴം എന്നിവയാണ് പിന്നീട് വെക്കേണ്ടവ. ചക്ക ഗണപതിയുടെ ഇഷ്ടവിഭവമാണെന്നാണ് വിശ്വാസം. മാങ്ങ സുബ്രഹ്മണ്യനും കദളിപ്പഴം ഉണ്ണിക്കണ്ണനും പ്രിയങ്കരമാണ്. ഇത്രയുമായാൽ വാൽക്കണ്ണാടി വയ്ക്കാം. ഭഗവതിയുടെ സ്ഥാനമാണ് വാൽക്കണ്ണാടിക്ക്. കണിക്കൊപ്പം സ്വന്തം മുഖവും കണി കണ്ടുണരുവാൻ വേണ്ടിയാണിത്. കൃഷ്ണവിഗ്രഹം ഇതിനടുത്തായി വയ്ക്കാം. എന്നാൽ ദീപപ്രഭ മൂലമുള്ള ഒരു നിഴലും വിഗ്രഹത്തിൽ പതിക്കരുത്. തൊട്ടടുത്ത താലത്തിൽ കോടിമുണ്ടും ഗ്രന്ഥവും നാണയത്തുട്ടുകളും സ്വർണവും വെക്കണം. കുങ്കുമച്ചെപ്പും കൺമഷിക്കൂട്ടും ഇതിനൊപ്പം വെക്കുന്നവരുമുണ്ട്. നാണയത്തുട്ടുകൾ വെറ്റിലയ്ക്കും പാക്കിനുമൊപ്പം വേണം വെക്കുവാൻ. ലക്ഷ്മിയുടെ പ്രതീകമായാണ് സ്വർണവും നാണയങ്ങളും. ഗ്രന്ഥം സരസ്വതിയെ കുറിക്കുന്നു. പച്ചക്കറി വിത്തുകൾ വെക്കുന്നതും നല്ലതാണ്. കണി കണ്ട ശേഷം ഈ വിത്തുകൾ വിതയ്ക്കുന്ന പതിവ് ചിലയിടങ്ങളിൽ ഇപ്പോഴുമുണ്ട്. ഓട്ടുകിണ്ടിയിൽ വെള്ളം നിറച്ചു വെക്കണം. ജീവൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ആധാരമായ ജലം കണ്ണിൽ തൊട്ട ശേഷമാവണം കണി കാണേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഞാൻ വിഷുക്കണി ഒരുക്കുന്നതിനെ പറ്റി നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എനിക്ക് കൂടെ പറഞ്ഞു തരിക. അപ്പോൾ എനിക്കും അത് അടുത്ത വർഷങ്ങളിൽ കണി ഒരുക്കുമ്പോൾ പ്രയോജനകരമായിരിക്കും. അപ്പോൾ എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസിക്കുന്നു. അടുത്ത ഒരു വർഷം നിങ്ങൾക്ക് ഐശ്വര്യപ്രദവും സമ്പൽ സമൃദ്ധവുമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് തുടർന്ന് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഞാൻ വിഷുവിനെ ബേസ് ചെയ്തിട്ട് 2 ബോട്ടിലാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 2 ബോട്ടിലാട്ടും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ള 2 ബോട്ടിലാട്ട്. ക്ലേ വെച്ചിട്ടുള്ള ഒരു ബോട്ടിലാട്ടും അതേപോലെ തന്നെ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഒരു കണിക്കൊന്ന പൂവും വരച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് എത്രയും വേഗം വരുന്നത് വരെ ബായ്.